ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 ടോപ്പ് അപ്കമിങ് ഗെയിംസിനെ പറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, GTA 6. GTA 6നെ പറ്റി ഒന്നും പറയാനില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. GTA 5 വന്നിട്ട് ഇപ്പോൾ 13 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് GTA 6 ഇറങ്ങുന്നത്. അതേപോലെ തന്നെ അവരുടെ ഗെയിം പ്ലേ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു 13 ഇയേഴ്സ് എന്തുകൊണ്ടാണ് അവരെടുത്തതെന്ന്. കാരണം അതിന്റെ ഗ്രാഫിക്സിലെ ഇമ്പ്രൂവ്മെന്റും ക്യാരക്ടറൈസേഷനും സ്റ്റോറി ലൈനൊക്കെ എല്ലാം അവർ ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അതിന്റെ ട്രെയിലർ കണ്ടിട്ട്. സോ അതായിരിക്കും GTA 6 ആയിരിക്കും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഗെയിം ഓഫ് 2026. GTA 6ന്റെ റിലീസ് ഡേറ്റ് November 19, 2026 ആണ്. ഇനിയും മാറ്റോന്ന് അറിയില്ല. ഇനി മാറ്റി കഴിഞ്ഞാൽ ഗെയിമേഴ്സ് നല്ല തെറി വിളിക്കും എന്നാണ് തോന്നുന്നത്. മാറ്റാണ്ടിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർവൽസ് വോൾവറീൻ ആണ്. മാർവൽസ് എന്ന ഗെയിം നമുക്കറിയാം, പ്രീവിയസ് ഗെയിംസ് നമുക്കറിയാം. സ്പൈഡർമാൻ 1, സ്പൈഡർമാൻ 2, മൈൽസ് മൊറാൽസ് ഒക്കെയാണ് അവരുടെ മെയിൻ ഗെയിംസ്. അതെല്ലാം നമ്മൾ കളിച്ചുകൊണ്ടെന്ന് നമുക്ക് അറിയാം. ഇപ്പോൾ സ്പൈഡർമാൻ്റെ ആണെങ്കിൽ തന്നെ അത്രയും അടിപൊളിയാണ് അതിന്റെ സ്റ്റോറി ലൈനും കോമ്പാറ്റ് സിസ്റ്റം എല്ലാം. അപ്പോൾ വോൾവറീനും നമുക്ക് തീർച്ചയായും അതേ ലെവൽ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളൊരു ഗെയിം പ്ലേ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്റ്റോറി ബിൽഡപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അതിന്റെ ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്കറിയാം സ്പൈഡർമാനിൽ നിന്ന് വോൾവറീൻ കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. കാരണം വോൾവറീൻ കുറച്ചുകൂടി ഡാർക്കർ ആൻഡ് ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ഹീറോ ആണ്. അതുപോലത്തെ ഒരു സ്റ്റോറിയും കോമ്പാറ്റ് സിസ്റ്റം ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മാർവൽ വോൾവറീന്റെ റിലീസ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് എക്സ്പെക്ടഡ് ഓൺ fall 2026. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിംസ് ബോണ്ടിന്റെ 007 ഫസ്റ്റ് ലൈറ്റ് എന്നുള്ള ഗെയിമാണ്. അതെനിക്ക് കുറച്ചും കൂടി ഒരു ഹിറ്റ്മാൻ ജെയിംസ് ബോണ്ട് ഒരു ഫ്യൂഷൻ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഒരു സ്റ്റെൽത്ത് ആക്ഷൻ, ഗാഡ്ജറ്റ്സ്, സിനിമാറ്റിക് ഗെയിം പ്ലേ ഒക്കെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഗെയിം പ്ലേ ട്രെയിലറിൽ. അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അത് നമുക്ക് കളിച്ചിട്ട് നോക്കിയാലേ. അതിന്റെ ഗെയിം പ്ലേ ട്രെയിലർ കണ്ടിട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട്. നോക്കാം. അപ്പോൾ 007 ഫസ്റ്റ് ലൈറ്റ് റിലീസ് ആവുന്നത് May 27, 2026 ആണ്. പിന്നെ നെക്സ്റ്റ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർസ ഹൊറൈസൺ 6 ആണ് ഗൈസ്. അത് ഒരു നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഫോർസ ഹൊറൈസൺ സീരീസിലെ. ഫോർസ ഹൊറൈസൺ 5-ലെക്കാട്ടും ബിഗർ മാപ്സും ബെറ്റർ ഗ്രാഫിക്സും സ്മൂത്തർ റേസിംഗ് ഒക്കെയാണ് നമ്മൾ അതിന്റെ ഗെയിം പ്ലേ ട്രെയിലർ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഓപ്പൺ വേൾഡ് ഡ്രൈവിംഗ് ഗെയിംസിന്റെ ഒരു ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് സെറ്റ് ചെയ്യിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ ആണ്. അപ്പൊ അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിക്കാണ് ഇരിക്കുന്നത്. ഫോർസ ഹൊറൈസൺ ഈസ് ഓൾസോ എക്സ്പെക്ടഡ് ഓൺ 2026, ബട്ട് സ്പെസിഫിക് ഡേറ്റ്സ് ഒന്നും അവർ റിലീസ് ചെയ്തിട്ടില്ല. Let's hope it's gonna be releasing on the first half of 2026. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോണ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻറ്റം ബ്ലേഡ് 0 ആണ്. ഫാൻറ്റം ബ്ലേഡ് 0യുടെ ഗെയിം പ്ലേസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ഇറ്റ്സ് അടിപൊളി ഒരു കുങ്ഫു ആക്ഷൻ RPG ആണ്. ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ഡാർക്ക് വിഷ്വൽസും ഇന്റൻസ് ബോസ് ഫൈറ്റ് ഒക്കെ ഉള്ള ഒരു ഗെയിമാണ്. നമ്മളിപ്പോൾ ഒരു 2 വർഷമായിട്ട് തന്നെ അതിന്റെ ഒരു ഗെയിം പ്ലേ ട്രെയിലറൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊരു നെക്സ്റ്റ് ജെൻ ഗ്രാഫിക്സും ഫൈറ്റിംഗ് സ്റ്റൈൽസ് ഒക്കെ ഒരു രക്ഷയില്ല. അത് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗെയിമാണ് ഫാൻറ്റം ബ്ലേഡ് 0. ഫാൻറ്റം ബ്ലേഡ് 0 റിലീസ് ചെയ്യുന്നത് September 9, 2026 ആണ് ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഗെയിമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിന്റെ ഗെയിം പ്ലേ ട്രെയിലറൊക്കെ അത്രയും പ്രോമിസിംഗ് ആണ്. ഇതൊക്കെയാണ് എൻ്റെ ഒരു മോസ്റ്റ് വെയിറ്റഡ് അല്ലെങ്കിൽ ഒരു 2026 ബിഗ് ഗെയിംസ് ആയിട്ട് ഞാൻ വിചാരിക്കുന്ന ഗെയിംസ്. അതേപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഗെയിംസ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഇറ്റ്.